വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ റീഡിങ് തുടങ്ങുന്നതിന് മുന്നും തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് എല്ലാവരും മറന്നു പോകും. ഓക്കെ, അപ്പോൾ നമ്മളൊരു 500 ലൈക്സ് ഒക്കെ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ നോക്കിയതാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നു. ഓക്കെ, നമുക്കൊരു മാസ്റ്റർ കാർഡ് നോക്കാം. സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർഡുകൾ വെച്ചിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിൽ ആണ് എന്ന് നമ്മൾ അറിയാമല്ലോ. അപ്പോൾ നമ്മൾ നോക്കുന്ന ടോപ്പിക് തന്നെ അതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സെപ്പറേഷൻ തന്നെയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് തന്നെ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു റിയാലിറ്റി എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഈ ഒരു സമയത്ത് അവർക്ക് സത്യങ്ങൾ, അവരുടെ മുന്നിൽ നടക്കുന്ന സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നബിലിറ്റി ടു സീ ദ ട്രൂത്ത് എന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവർക്ക് അതിനുള്ള കഴിവ് ഇപ്പോൾ ഇല്ല. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരിക്കുകയാണ്. കുറേയേറെ നുണകൾ കൊണ്ട് ആരൊക്കെയോ ചേർന്ന് അവരുടെ കണ്ണുകൾ കെട്ടിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനാൽ തന്നെ അവർ വളരെ വിഷമിക്കുന്നുണ്ട്. അതിനാൽ അവർക്ക് ഒത്തിരി ഒരു ആൻസൈറ്റി ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ പോകണമോ, ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ അവർ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നാണ്. അതുപോലെ തന്നെ ഡിസിഷന് ഒത്തിരി ഡിലേ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ലൈഫിലേക്ക് നോക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഒറ്റപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ് അവരുള്ളത്. ഇവിടെ അവരുടെ ലൈഫിലെ ഒരു കറക്റ്റ് ഡയറക്ഷൻ അവർ തേടി പിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ലൈറ്റൊക്കെ ആയിട്ട് അവർ ഒരു കറക്റ്റ് ഡയറക്ഷൻ, അവരുടെ ജീവിതത്തിൻ്റെ വില ഒക്കെ അവർ മനസ്സിലാക്കി ഒരു സോൾ സെർച്ചിങ് ടൈമാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നർ ഗൈഡൻസിലൂടെ, അവരുടെ ഇൻഡ്യൂഷനിലൂടെ അവർ അല്ലെങ്കിൽ പുറമേ നടക്കുന്ന നുണകളിൽ എത്രമാത്രം സത്യങ്ങളുണ്ട് എന്ന് അവർ ലൈറ്റ് അടിച്ച് നോക്കി അവർ കറക്റ്റായ ഒരു ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പാതി വഴിയിൽ അവർ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒത്തിരി ഫയർ എനർജി ഉണ്ട്. നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. എങ്കിലും ഒരു പാതി വഴിയിൽ അവർ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഒരു യുദ്ധത്തിന്റെ പകുതിയായി ഇനി, അതായത് അവര് ഏകദേശം ഈ ഒരു സെർച്ച് ചെയ്ത് ആ ഒരു ഡയറക്ഷനിലേക്ക് എത്താറായി നിൽക്കുന്നു, നിങ്ങളിലേക്ക് തിരികെ എത്താറായി നിൽക്കുന്നു. എങ്കിലും പാതി വഴി മാത്രമേ അവിടെ പിന്നിട്ടിട്ടുള്ളൂ. ഇനിയും ഒത്തിരി ദൂരം അവർക്ക് മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അവർക്ക് ഒത്തിരി സ്ട്രെങ്ത് നേടേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അവർ ആ ഒരു ഇന്നർ സ്ട്രെങ്ത് ഒക്കെ നേടി നിങ്ങളിലേക്ക് എത്തും, ഒരു സക്സസിലേക്ക് എത്തും. അപ്പൊ നിങ്ങളിലേക്ക് തിരികെ വരും എന്ന് തന്നെയാണ് ഈ ഒരു കാർഡ്, ഫസ്റ്റ് കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, പക്ഷെ ഈ ഇത്തരത്തിലുള്ള അവരുടെ കണ്ണുകൾ കെട്ടിയിരിക്കുകയും അതുപോലെ അവരുടെ ഡയറക്ഷനിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ചിലപ്പോൾ കഴിഞ്ഞു പോയിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു നടുഭാഗത്തായിട്ട് ഈ 2 കാർഡുകൾ വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു.
ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഈ ഒരു ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരണം എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. അതുപോലെ എല്ലാ പ്രവൃത്തികൾക്കും അതിൻ്റെതായ ഒരു കോൺസിക്വൻസ് ഉണ്ടാകും. പക്ഷെ റിസൾട്ട് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിന് ഒരു ബാലൻസ് കൈവരുന്നു. ദറ്റ് മീൻസ് അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നീതി ലഭിക്കുന്നു. അപ്പോൾ നിങ്ങളിലേക്ക് അവർ തിരികെ വരിക തന്നെ ചെയ്യും എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡിലും അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനുള്ള ഒത്തിരി പ്ലാനുകളൊക്കെ അവർ ചെയ്യുന്നതായിട്ട് കാണുന്നു. പുതിയ പുതിയ വഴികൾ തേടുന്നതായിട്ടൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ ഈ ഒരു കാർഡിൽ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് ഡിലേ ഉണ്ടാകും. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കാളും ചിലപ്പോൾ ഒരു 1-2 വയസ്സിന് ഇളയതാകാനുള്ള ചാൻസ് ഉണ്ട്. അത് അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് വളരെ ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരിക തന്നെയും. ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്കൊരു വിഷൻ കിട്ടുന്നുണ്ട്. അവർ ഓൾറെഡി അവരുടെ ഡയറക്ഷൻ അവർ കണ്ടു കഴിഞ്ഞു. നിങ്ങളിലേക്ക് വരണമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരാനായിട്ടും അവർ ആഗ്രഹിക്കുന്നതായിട്ടും നമുക്ക് കാണുന്നുണ്ട്. പിന്നെ ഈ ഒരു കാർഡ് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇത് 3 ഓഫ് കപ്സ് ആണ്. 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ സെലിബ്രേഷൻ, റിയൂണിയൻ ആണ് വരുന്നത്. അപ്പം നിങ്ങൾക്കൊരു എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും. നിങ്ങൾ രണ്ടുപേരുമായിട്ടുള്ള ഒരു റീസ്റ്റാർട്ട്, റീയൂണിയൻ എന്തായാലും സാധ്യമാകും. അതിനുശേഷം നിങ്ങളുമായിട്ടൊരു സെലിബ്രേഷനും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു കാർഡ് വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദിച്ച ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടും. വന്നിട്ട് വളരെ സന്തോഷത്തോടെ നല്ലൊരു ഗുഡ് എനർജിയിൽ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിങ്ങളിലേക്ക് തിരികെ വരാനും പഴയ കാര്യങ്ങളെല്ലാം മറന്ന് വളരെ ഹാപ്പി ആയിട്ട് നിങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്യാനും ഒക്കെ ഈ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണ് യാതൊരുവിധ ഒരു കോണ്ടാക്റ്റോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമോ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ എന്താണ് എന്ന് ഈ വ്യക്തിക്ക് അറിയില്ലാത്ത കുറച്ച് സിറ്റുവേഷൻ ടൈമും ഇതിന് അതായത് കാണുന്നുണ്ട് ഇവിടെ നമ്മൾ. അപ്പോൾ ഇവർക്ക് ആ സത്യങ്ങളൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇവരൊരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ ഒരു ഡിസിഷൻ അവർ എന്തായാലും എടുക്കും എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ജസ്റ്റിസ് കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കമ്മ്യൂണിക്കേഷനിൽ വന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു റീസ്റ്റാർട്ട് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷനിലേക്ക് ഒരു റിലേഷൻഷിപ്പ് പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ട്രെങ്ത് കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു കാർഡ് ശരിക്കും നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ അവര് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് അവർക്കൊരു പേടിയുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പഴയതുപോലെ ആകുമോ എന്നുള്ളൊരു ഫിയർ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കും അത്തരത്തിലൊരു ഫിയർ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പഴയതുപോലെ വീണ്ടും ഈ വ്യക്തി എന്നെ ഇട്ടിട്ട് പോകുമോ, എന്നെ ഉപേക്ഷിച്ച് ഒറ്റപ്പെടുത്തി പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ആ ഒരു ആൻസൈറ്റിയും പേടിയും ഒക്കെയാണ് നിങ്ങളെ ഇങ്ങനെ വളരെയധികം ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ട്രെങ്ത് ഒക്കെ നേടിയിട്ട് നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇനി അവരെന്നെ ഇട്ടിട്ട് പോകുമോ, ഇവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാസ്റ്റർ കാർഡ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ വറി ആകേണ്ടതായിട്ടില്ല. യു ഹാവ് ദ എബിലിറ്റി ടു സോൾവ്. കേട്ടോ, ഓക്കെ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇത് സോൾവ് ചെയ്യാനുള്ള എല്ലാ കഴിവുകളും നിങ്ങളിലുണ്ട്. സ്കിൽസ് ഉണ്ട്. നിങ്ങൾക്ക് സക്സസിലേക്ക് എത്തും. നിങ്ങൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. വറീസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ബിലീവ് ഇൻ യുവർ സെൽഫ്, നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. നിങ്ങളെയും നിങ്ങളുടെ പേഴ്സണെയും നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണോടും അത് തന്നെയാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തിനോട് ഗൈഡൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യന് ഉറപ്പായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ
നയൻ ഓഫ് വാൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. വളരെയധികം ഒരു ഫയർ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇവിടെ റിയൂണിയൻ സെലിബ്രേഷനും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് തരാനായിട്ടും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു 2 കാർഡുകളിൽ മാത്രമാണ് ഇച്ചിരി പ്രശ്നമുള്ളത്. അത് എന്തായാലും അത് ആ ഒരു ട്രൂത്ത്, ആ നുണകളൊക്കെ അവർ മനസ്സിലാക്കി അവർക്കൊരു ലൈഫിൽ ഒരു വെളിച്ചം, പ്രകാശം എല്ലാം ഉണ്ടാകും, ഗുഡ് എനർജി ഉണ്ടാകും. അതിനുശേഷം നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ്. തടസ്സങ്ങളെല്ലാം മറികടന്ന് വളരെയധികം ഫയർ എനർജിയോടുകൂടി നിങ്ങളിലേക്ക് വരും. പിന്നെ ഇവരുടെ ഈ ഒരു നിങ്ങളുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ആളുകൾ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിന് ഒക്കെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഹെൽത്തി ബൗണ്ടറീസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാതിരിക്കാനായിട്ട് അവിടെ ബൗണ്ടറീസ് കെട്ടി അവരെ തടഞ്ഞു നിർത്താനായിട്ട്, ഡിഫെൻസ് ചെയ്ത് നിർത്താനായിട്ടും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ഒരു ഇന്നർ ഫീലിങ്സ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തായാലും നിങ്ങളിലേക്ക് തിരികെ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് ഓക്കെ, നമുക്ക് കുറച്ച് ഇതൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഒന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് മെസ്സേജ്, I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. നിങ്ങളെ എൻ്റെ ലൈഫിൽ കിട്ടിയതിൽ ഞാൻ വളരെ ലക്കിയാണ്. നിങ്ങളെ കണ്ടുമുട്ടുന്ന, അതായത് നിങ്ങളിലേക്ക് തിരികെ വരുന്ന, നിങ്ങളെ മീറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസത്തിലേക്കും വേണ്ടിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ലവ് യു എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരും എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത്. റൈറ്റ് നൗ ഐ ആം റിയലൈസിങ് ദാറ്റ്. ഈ സമയത്താണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഐ വാസ് സെൽഫിഷ് ആൻഡ് ഇൻമച്യൂർ, പ്ലീസ് ഫോർഗീവ് മീ. ഓക്കെ, ഞാനൊരു സെൽഫിഷും മച്യൂർ അല്ലാത്ത ഒരു പേഴ്സണും ആയിരുന്നു, എന്നോട് ക്ഷമിക്കണം. ഐ എം സോറി. ഓക്കെ, അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് സോറി ചോദിക്കുകയാണ്, ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, ഐ ആം നോട്ട് ദ ബെസ്റ്റ് ബട്ട് ഐ വിൽ ലവ് യു വിത്ത് ഓൾ മൈ ഹാർട്ട്. ഞാനൊരു ബെസ്റ്റായിട്ടുള്ള ആളല്ല, പക്ഷെ എങ്കിലും എൻ്റെ മുഴുവൻ ഹൃദയത്തോടു കൂടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നവർ പറയുകയാണ്. യു ടച്ച്ഡ് മൈ ഹാർട്ട്. അവരുടെ ഹൃദയത്തെ തൊട്ട ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ പറയുന്നു. ഓക്കെ, ഐ സ്റ്റാർട്ട് മിസ്സിങ് യു ദ മൂമെന്റ് യു ലീവ്. ഓക്കെ, എപ്പോഴാണോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് ആ ഒരു നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഐ നെവർ ലവ്ഡ് എനി വൺ ആസ് മച്ച് ആസ് ഐ ലവ് യു. ഓക്കെ, നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഒരിക്കലും അവർ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് പറയുന്നു. ദിസ് ടൈം ഐ എം നോട്ട് റെഡി ടു ഗീവ് മീ ടൈം. ഓക്കെ, ഈ ഒരു സമയം അവർ റെഡിയല്ല. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് ഈ ഒരു സമയത്ത് അവരുടെ ഇന്നർ സെൽഫിനെയൊക്കെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അവരുടെ ട്രൂത്ത്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് വരുന്നതേ ഉണ്ടായിരിക്കും. അവരുടെ കണ്ണിന്റെ പുകമറ മാറി വരുന്ന ഒരു സമയമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് ഈ സമയം ഞാൻ റെഡിയല്ല, എനിക്ക് കുറച്ച് സമയം തന്നാലും എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. യു ആർ ദ മോസ്റ്റ് പ്രീഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ. ഓക്കെ, ദൈവം നൽകിയ ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നീയാണ് എന്ന് ഈ പേഴ്സൺ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ക്ലൂസ് ഒന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിംഗ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെറ്റർ എസ് ആണ്. ഓക്കെ, 32, നമ്പർ 31, 1992. റീഡിങ് ഒക്കെ ഹോബി ആയിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സൺ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ ആർ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്ട് മിറാക്കിൾസ്, ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതിരിക്കുന്ന ആളുകളുണ്ടായിരിക്കാം. അപ്പോൾ അവരോടാണ് ഈ ഒരു ക്ലൂ വന്നിട്ടുള്ളത്. ലോയർ. ഓക്കെ, ലെറ്റർ എൻ, ഷോർട്ട് ടെമ്പേർഡ്, വളരെ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്പർ 2 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നമ്പർ 29 കിട്ടിയിട്ടുണ്ട്. നമ്പർ 13 കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഒ കിട്ടിയിട്ടുണ്ട്. 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. മോൾ ഓൺ റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. ലെറ്റർ സി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1982 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്.
ഗാർഡനിങ് ഇഷ്ടമുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 1985 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ ആക്ടിങ്ങിനോട് ഒത്തിരി താല്പര്യമുള്ള ആളുകളായിരിക്കാം, അല്ല ആക്ടിങ് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. കൈൻഡ്നെസ്, ഒത്തിരി ദയയുള്ള, മറ്റുള്ള ആളുകളോട് ദയയുള്ള ഒരാളാകാനുള്ള ചാൻസ് ഉണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 23 എന്ന് പറയുന്നൊരു നമ്പർ കിട്ടിയിട്ടുണ്ട്. 1989 എന്ന് പറയുന്നൊരു വർഷം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. കൊല്ലം ഡിസ്ട്രിക്റ്റ് എന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ, അല്ലെങ്കിൽ കൊല്ലം ഡിസ്ട്രിക്റ്റുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ക്ലൂസ്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. റീഡിങ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.